കുറേ ആളുകൾ നിങ്ങളെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും. ഒന്ന് അന്വേഷിച്ചാൽ മതി. കുട്ടികളില്ല. ഇന്ന് നമ്മൾ പറയുന്നത് മോഹൻലാലിൻ്റെ സിനിമ കാണുകയാണ്. അപ്പോൾ മോഹൻലാൽ ഇങ്ങനെ സാഗർ ഏലിയാസ് ജാക്കിയാർ ഇങ്ങനെ നടന്നു വരുമ്പോൾ, മറ്റൊരു വെടിവെക്കാൻ പോകുമ്പോൾ നമ്മളെ വായിലൊരു മുന്തിരി. ഈ മുന്തിരിക്കാണ് 2 കുരു. എന്ത് ചെയ്യും തുപ്പാൻ? തുപ്പിയ അടുത്തവൻ്റെ മേലല്ലേ? അവിടെ എണീച്ച് പോകാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ആലോചിച്ച് എന്തുണ്ട് പരിപാടി? വിത്തില്ലാത്ത ഫ്രൂട്ടുകൾ, ഫലങ്ങൾ ഉണ്ടാക്കാം. ശരി, ഉണ്ടാക്കി കഴിച്ചു. ഇപ്പോൾ ഒറ്റ എണ്ണത്തിന് വിത്തില്ല. അതാണ് ഇൻഫെർട്ടിലിറ്റി ആയത്. വിത്തില്ലാത്ത ആളുകളായി മാറി. ഏറ്റവും കൂടുതൽ IT പ്രൊഫഷണൽസിനാണ് ഈ പ്രശ്നമുള്ളത്. IT പ്രൊഫഷണൽസ് മുഴുവൻ കുട്ടികൾ, ഞാൻ പറയുന്നത് കേരളത്തിൻ്റെ കണക്കാണ്, 40% മുതൽ 60% വരെ ആളുകൾക്ക് ഇൻഫെർട്ടിലിറ്റി, അതായത് അനപത്യത, കുട്ടികൾ ഉണ്ടാവുന്നില്ല. ഈ ചിക്കനും ഫ്രൂട്ട്ലെസ് സാധനങ്ങളൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം. ഇതൊക്കെയാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. ഞങ്ങളെ ക്ലാസ്സിൽ വരുമ്പോൾ ഒരു കൊല്ലം കൊണ്ട് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ വ്യക്തി, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി, നിങ്ങളുടെ ജീവിത ക്രമങ്ങൾ, ഇതെല്ലാം പരിരക്ഷിക്കുന്നതിന് വേണ്ടി, യഥാർത്ഥ ഹിന്ദു ധർമ്മ ബോധം നിങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഞാനത് നിങ്ങളെ പഠിപ്പിക്കുന്നത്. എല്ലാവരും ഇത് പഠിപ്പിക്കേണ്ടത് എൻ്റെ ബാധ്യതയൊന്നുമല്ല. എൻ്റെ ബാധ്യതയാണെന്ന് ആരെയും വിചാരിക്കുന്നുണ്ടോ? ഒരു ബാധ്യതയില്ല. എനിക്കുള്ള ബാധ്യത പോലെ നിങ്ങൾ ഓരോ ഹിന്ദുവിനും ഇതിൻ്റെ ബാധ്യതയുണ്ട്, ഇത് പഠിപ്പിക്കാനുള്ള. എൻ്റെ മാത്രം ബാധ്യതയൊന്നുമല്ല. ഞാനിത് ഏറ്റെടുത്തത് ഇത് വേറെ ആരും ചെയ്യാനില്ലാത്തത് കൊണ്ട് മാത്രമാണ്. കാശ്യപവേദ റിസർച്ച് ഫൗണ്ടേഷൻ രാഷ്ട്രീയ സംഘടനയുള്ള സ്ഥാപനമല്ല. അതിന് യാതൊരു തരത്തിലുള്ള ഫണ്ടും എവിടുന്നും വരുന്നില്ല. കൊല്ലാകൊല്ലങ്ങളിൽ അത് കൃത്യമായ കണക്കുകൾ കൊടുക്കുന്നുണ്ട്. ഒരു പൈസയും അതിനകത്ത് വേണ്ടാതെ വരുന്നില്ല. അധ്വാനിക്കാത്ത പൈസയാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ശാപങ്ങളിലൊന്ന്. ഒരാൾക്കും ദാനം കൊടുക്കാത്ത, അധ്വാനിക്കാത്ത പണം നിങ്ങൾ ഓരോരുത്തരുടെയും എൻ്റെ ഓരോരുത്തരുടെയും കീശയിലുണ്ടെങ്കിൽ അത് പാപമായി, രോഗമായി, പ്രതിസന്ധികളായി ഈ സമൂഹത്തിൽ മാറും. നമ്മുടെ സമൂഹത്തിലെ ഓരോ വ്യക്തിയെയും നമ്മൾ ശരിയായ രീതിയിൽ പഠിപ്പിച്ചു വിടേണ്ടത് നമ്മളെ ബാധ്യതയാണ്. ഒരാൾ ക്ഷേത്രത്തിൽ പോയി വിളക്ക് കത്തിക്കേണ്ടറിയില്ല, അമ്പലത്തിൽ ചുറ്റി പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്നറിയില്ല, ഒന്നും നമ്മൾ പഠിപ്പിക്കരുത്. ഒന്നും പഠിപ്പിക്കരുത്. കാരണം എന്താ? പല കാരണങ്ങളാണ്. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം പഠിക്കാൻ തയ്യാറല്ല. എന്താ? ചോര കൊതുകിന് കൗതുകം. പശുവിൻ്റെ അകിട്ടിൽ നല്ല പാല് കിട്ടുന്ന പശുവാണ്, പക്ഷെ നമുക്കതിഷ്ടം അതിൻ്റെ അകത്ത് ചോരയാണ്. പഠിക്കരുത്. നിങ്ങൾ പഠിക്കാതിരിക്കാൻ പല കാരണങ്ങൾ വരും. നിങ്ങൾ മനസ്സിലാക്കുക, ഈ പഠനം പൂർത്തിയാക്കിയാൽ എനിക്കൊരു പ്രയോജനവുമില്ല. ഞാൻ ഈ 5 യജ്ഞങ്ങളും ചെയ്യുന്ന ഒരാളാണ്. ഈ 5 മഹായജ്ഞങ്ങളും ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ അച്ഛനമ്മയെ നോക്കുന്നുണ്ട്, എൻ്റെ കുടുംബത്തെ നോക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ശിഷ്യന്മാരുടെ കാര്യത്തിൽ ചെയ്യുന്നുണ്ട്. 5 യജ്ഞങ്ങളും കൃത്യമായി ചെയ്യുന്ന ഒരാളാണ്. എനിക്കൊരു നഷ്ടവും വരാനില്ല. പക്ഷേ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ വലിയ നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പല ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം വരെ പറയാനാവില്ല. നിങ്ങൾക്ക് പഠിക്കാതെ വന്നാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയാതെ തന്നെ 2 തലമുറ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെ പറഞ്ഞിരുന്നല്ലോ, നമ്മളത് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങളാ പഠിക്കേണ്ടത്, ഞാനല്ല. നിങ്ങൾ പഠിക്കുക. ജാതി ലിംഗ ഭേദമന്യേ പഠിക്കണം. ഒരു കാലത്ത് നമ്പൂരിമാർ പറഞ്ഞു നിങ്ങളിത് പഠിക്കരുതെന്ന്. ഇന്നിപ്പോൾ അവർക്ക് തടസ്സമൊന്നുമില്ല, എല്ലാവരും പഠിച്ചോട്ടെ എന്ന് പറഞ്ഞു. ഇന്നോ ആർക്കാണ് പഠിക്കേണ്ടതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ പഠിക്കണ്ടേ? നമ്മൾ എന്തുകൊണ്ട് പഠിക്കുന്നില്ല? വേദങ്ങളിൽ പറയുന്നുണ്ട്, എല്ലാവരും ധേമാം വാചം കല്യാണീം ആവധാനീം ബ്രഹ്മരാജന്യാഭ്യാം ശൂദ്രായ ചാര്യായ, എല്ലാവരും പഠിക്കണം എന്നാ പറഞ്ഞ. എന്തിനാ അതിങ്ങനെ പഠിക്കുന്നത്? എല്ലാവരും പഠിച്ചാലേ ആധ്യാത്മികമായും ഭൗതികമായും ഉണരുകയുള്ളൂ. സാമ്പത്തികമായി ഉണരണം. ആര് പറഞ്ഞു പണം വേണ്ടാന്ന്? വേദങ്ങളിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. കീർത്തി വേണം, യശസ് വേണം. അതുകൊണ്ട് എന്തു വേണം? സ്തുതാമയാ വരദാ വേദമാതാ. വേദമാതാവിനെ പഠിക്കൂ. പഠിച്ചാൽ എന്താ ഉണ്ടാവുക? സ്തുതാമയാ വരദാ വേദമാതാ പ്രചോദയന്താം. എന്തുണ്ടാവും? ഇൻസ്പിറേഷൻ. വേറൊരാൾ ചെയ്യുന്നതല്ലാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ. മനുഷ്യരാണ് എല്ലാവരും. നമ്മൾ മനുഷ്യരിലും താഴെയാണ് പലരും. 4 കഷ്ണം ഇറച്ചി ഒരു 2 നായ്ക്കൾക്ക് ഇട്ട് കൊടുത്താൽ കടിപിടിയാണ്. ഒരു കല്യാണത്തിന് പോയാൽ ഒരു കസേര കിട്ടാൻ നടത്തുന്ന കടിപിടിക്കും ഈ നായയുടെ കടിപിടിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടത്. ഈ ജന്തുത്വം നമ്മളിൽ നിന്ന് മാറുമ്പോഴാണ് മനുഷ്യത്വം ഉണ്ടാവുക. മനുഷ്യനാവാൻ കഴിയും. മനൂർഭവ, മനുഷ്യനാവണം. മനുഷ്യനായാലേ ജനയാ ദൈവ്യം ജനം, ദിവ്യ ഗുണശാലികളായ മനുഷ്യനാകാനാവും. എങ്ങനെയാണ് ദിവ്യ ഗുണശാലികളായ മനുഷ്യരാവുക? സാധാരണ മനുഷ്യരായി ജീവിക്കുക. നേരത്തെ ഈ പ്രഭാഷണം തുടങ്ങുമ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു.
സന്യാസിമാരുടെ പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പ്രഭാഷണം തുടങ്ങിയത്. ഗിരി, പുരി, തീർത്ഥ, സരസ്വതി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അപ്പം ഞാൻ പറയാതെ പോയ ഒരു കാര്യമുണ്ട്. വൈദിക കാലഘട്ടത്തിൽ ഒറ്റ സന്യാസിയുമില്ല, എല്ലാം ഋഷിമാരാണ്, കല്യാണം കഴിച്ചവരാണ്. പെണ്ണുങ്ങൾ പോലും ഋഷികളായിട്ടുണ്ടായിരുന്നു. അതാണ് ഋഷിത്വവും പാരമ്പര്യം. വിവാഹം കഴിച്ച് എല്ലാവിധ യജ്ഞയാഗാദികളും നടത്തി ഉപനിഷത്ത് പഠിച്ച് പ്രചോദയന്താം പാവമാനിം ദ്വിജാനാം. എൻ്റെ ക്ലാസ്സിൽ വരുന്നവരൊക്കെ പറയേ, ഈ ക്ലാസ്സിൽ വരുന്നവർ ഞങ്ങൾ വളരെ വിഷമത്തിലായിരുന്നു, എനിക്കൊരു രണ്ടാം ജന്മമാണ്. ദ്വിജാനാം, രണ്ടാം ജന്മം. ഞാനൊന്നും ചെയ്തിട്ടൊന്നുമല്ല, ഞാൻ അവർക്ക് വേണ്ടി ഭസ്മം ജപിച്ചു കൊടുത്തിട്ടൊന്നുമില്ല. അവർ ചെയ്യാൻ തുടങ്ങി, അവർക്ക് മാറ്റം ഉണ്ടായി. ദ്വിജാനാം, രണ്ടാം ജന്മം. ആയുഹു, വേദം പഠിച്ചാൽ ആയുസ് ഉണ്ടാവും. പ്രാണ, നല്ല പ്രാണശക്തി ഉണ്ടാവും. പണ്ടൊക്കെ അങ്ങനെയാണേ. പണ്ട് നമ്മൾ പറയല്ലോ, പണ്ട് മുത്തശ്ശിമാരോടൊക്കെ ചോദിച്ചാൽ മുത്തശ്ശിമാർ പറയും, പണ്ടൊരു പാമ്പുണ്ടായിരുന്നു, ആ പാമ്പ് കരിക്കട്ട ഊതി ഊതി മാണിക്യമാക്കി, മാണിക്യം മേലോട്ട് പറന്നു, അത് പാമ്പ് കൊത്തിയെടുത്തു. കേട്ടിട്ടില്ലേ? കഥ കേട്ടിട്ടില്ലേ? അതാണ് നമ്മളത് പഠിപ്പിക്കുക. എന്താ പറയുക, KVRF പഠിപ്പിക്കുന്ന സാധനം ഇതാ. ഇത് നിങ്ങൾ പൂജ ചെയ്യുന്ന സമയത്ത് ദേവതകളെയൊക്കെ ആവാഹിക്കാൻ ഈ പരിപാടിയാണ് ചെയ്യുന്നത്. ഈ ഇങ്ങനെ സാധനമുണ്ട്, പ്രാണായാമം എന്ന് പറയും. ഇത് ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്നറിയോ? ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ മൂലാധാരം എന്ന സ്ഥലമുണ്ട്, അതായത് നട്ടലിൻ്റെ അടിയിലുള്ള ഒരു സ്ഥലമാണ്. അവിടെ അസാധാരണമായ ശക്തി ഉണ്ട്. ആ ശക്തി, ഉറങ്ങിക്കിടക്കുന്ന ശക്തിൻ്റെ പേരാണ് സർപ്പൻ പവർ. ജോൺ വുഡ്രൂഫ് ഒരു പുസ്തകം എഴുതി, സർപ്പൻ പവർ, നമ്മളുള്ളിലുള്ള സർപ്പൻ പവർ. ഇതാണ് വിവേകാനന്ദ സ്വാമി രാമകൃഷ്ണ മിഷൻ ഉണ്ടാക്കിയ സമയത്ത് അതിൻ്റെ സിമ്പലായിട്ട് ഒരു പാമ്പ്. ആ പാമ്പ് ഈ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ ശക്തിയുടെ ഒരു ചെറിയ സ്ഫുലിംഗമാണ്. ആ സ്ഫുലിംഗമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ശക്തി ഉണരും. കരിക്കട്ടയാ നമ്മളൊക്കെ. അത് മേലോട്ട് പോകാൻ തുടങ്ങുന്നതിനും നമ്മൾ മാണിക്യമായി മാറും. മാണിക്യമുള്ളിലെ മരകത ജ്യോതിയായി. ഇതാണ് ശരിക്കും ഇപ്പോൾ വലിയ വിവാദമായി നടക്കുന്ന ഒരു മരതക ജ്യോതി ഉണ്ടല്ലോ, അത് നമ്മൾ ഉള്ളിൽ ദർശിക്കേണ്ട ഒരു മരകത ജ്യോതിയാണെന്നാണ് തിരുമന്ദിരത്തിൽ പറയുന്നത്. തിരുമൂലരും തിരുമന്ദിരത്തിൻ്റെ ഒക്കെ വലിയ പാരമ്പര്യമുണ്ട് കേരളത്തിന്. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഇതൊക്കെ നാരായണ ഗുരുവായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പാരമ്പര്യമാണ്. നാരായണ ഗുരുസ്വാമിയായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പാരമ്പര്യമാണ് തിരുമൂലരുടെ. തിരുമൂലരാണ് പറഞ്ഞത് ഒன்றേ കുലം ഒன்றേ ജാതി ഒன்றേ ദൈവം. തിരുമൂലരുടെ തിരുമന്ദിരത്തിലുള്ളതാണ്, നിങ്ങൾ വാങ്ങി പഠിക്കൂ. ഒன்றേ കുലം ഒன்றേ ജാതി ഒன்றേ ദൈവം, തമിഴിൽ പറഞ്ഞതാണ്. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പം ഞാൻ പറയാണ്, ഇങ്ങനെ നമ്മളെ ഉള്ളിലുള്ള ശക്തി മാണിക്യമായി ഉയരുന്ന് ശിരസ്സിലെത്തുമ്പോൾ ആ പാമ്പ് തന്നെ അതിനെ താഴോട്ട് കൊണ്ടുപോയി നിർത്തിയ ആ പഴയ കഥയാണ് നമ്മുടെ സർപ്പക്കാവുകളായിട്ട് ഇവിടെ ഉള്ളത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അതൊരു അന്ധവിശ്വാസമല്ല. ഈ സർപ്പൻ പവർ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? നിങ്ങളുടെ ഇംഗ്ലീഷ് ഡോക്ടർമാരുടെ ചിഹ്നമുണ്ടല്ലോ, ഒരു വടിയും രണ്ട് പാമ്പും ഇങ്ങനെ നിൽക്കുന്നത്. ആ ചിഹ്നം എവിടുന്ന് പോയതാ? എവിടുന്നാണ് ഈ പോയിന്റ് പോയത്? ഒരു സുഷുമ്നയും ഇടാപിംഗള രണ്ട് നാഡികളും അവർ ചെയ്തപ്പോൾ അത് ശാസ്ത്രം. നിങ്ങളെ വീട്ടില് ഇത് വാനപ്രസ്ഥത്തിന്റെ ഭാഗമായിട്ട് വെച്ചതാണ്. ബ്രഹ്മചര്യം കഴിഞ്ഞ് ഗാർഹസ്ഥ്യമായി വാനപ്രസ്ഥമാവുമ്പോൾ വീട്ടിന്റെ തൊട്ടടുത്ത് വനമുണ്ടാക്കി താമസിച്ച നമ്മുടെ പൂർവികന്മാരാണ് ഈ സർപ്പക്കാവിലുള്ളത്. അവരെ വേണ്ടാന്ന് പറയുമ്പോഴാണ് കുട്ടികൾ ഇല്ലാണ്ടായി പോകുന്നതും കണ്ണു പോവുക ചെയ്യുന്നതാണ് പ്രശ്നം. വെച്ചിട്ട് സർപ്പശാപുണ്ട് എന്നൊക്കെ പറയുന്നില്ലേ? ഇത് ഈ സാധന. ഇതൊക്കെ വൈദിക ദൃഷ്ടിയിലുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ പഠിക്കുമ്പോഴാണ് മുത്തശ്ശിമാര് ചെറിയ കഥ പറഞ്ഞിട്ട് വലിയ കാര്യം പറഞ്ഞത് എങ്ങനെയാണെന്ന് മനസ്സിലാവുക. അതുകൊണ്ട് നമ്മളൊക്കെ എന്ത് ചെയ്തു? സർപ്പക്കാവൊക്കെ വെച്ചു. അപ്പൊ പറയാണ്, കാവ് തീണ്ടിയാൽ കുളം വറ്റുമേ, കാവ് തീണ്ടിയാൽ കുളം വറ്റുമേ എന്ന് പറഞ്ഞു. കാവൊക്കെ അടിച്ച് പൊടിച്ച് റെഡിയാക്കി വീട് പണിതു. ഇപ്പോൾ എവിടെയാ കുളം? ഇത്ര കുളമുണ്ട് കോഴിക്കോട്. കാവ് തീണ്ടി, കുളം പോയി. പാരിസ്ഥിതികമായ വലിയൊരു വീക്ഷണത്തെ എത്ര മനോഹരമായി അച്ഛനമ്മമാർ നമുക്ക് പറഞ്ഞു തന്നു. വേണ്ട, അതും വേണ്ട. ഇപ്പോ സർവ്വ ഐശ്വര്യങ്ങളോടും കൂടി സമൃദ്ധിയോടുകൂടി നമുക്ക് ജീവിക്കണം. അതിന് നമ്മുടെ ഋഷിമാര് പറഞ്ഞു തന്നത് വേദം പഠിക്കുക. സ്തുതാ മയാ വരദാ വേദമാത പ്രചോദയന്താം പാവമാനിം ദ്വിജാനാം ആയു പ്രാണം പ്രജാം. നല്ല കുട്ടികൾ ഉണ്ടാവണം, നല്ല കുട്ടികൾ, നല്ല ശിഷ്യന്മാരുണ്ടാവണം. പ്രജാം പശുക്കൾ ഉണ്ടാവണം. സീബു ടോറസ് അല്ല, സീബു ഇൻഡിക്കസ് വേണം. 25 ലിറ്റർ കിട്ടുന്ന നിങ്ങളെ ഡയബറ്റിക് ഉണ്ടാക്കാവുന്ന ആ വലിയ പാലുൽപാദക മെഷീൻ അല്ല നിങ്ങൾക്ക് വേണ്ടത്. നാടൻ പശു, അത് കുടിച്ചാൽ
ഇവിടെ ഒരു പഠനവും നടക്കുന്നതിന് മുമ്പ് 10 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളുടെ ബീറ്റാ സെൽസ് ഉൾപ്പെടെയുള്ളവ പുനരാവിഷ്കരിക്കാൻ നല്ലത് നാടൻ പശുക്കളെ കഴിക്കുന്നതാണെന്നാണ്, നാടൻ പശുക്കളുടെ പാല് കഴിക്കുന്നതാണെന്നാണ്. ഇന്നതാ പഠനം കൊണ്ട് പറയുന്നു, വെച്ചൂർ പശുവിനെയൊക്കെ തിരിച്ചു കൊണ്ടുവരണമെന്നാണ് ആളുകൾ പറയുന്നത്. പ്രജാം പശും കീർത്തിയിൽ കീർത്തി ഉണ്ടാവണം. ജീവിക്കുകയാണെങ്കിലേ 4 ആൾ അറിഞ്ഞ് ജീവിക്കണം എന്ന് പറഞ്ഞാൽ ആളുകളെ മുഴുവൻ പരിഹസിച്ചിട്ടല്ല. സിരിത്തു വാഴ വേണ്ടും ആണ് സിരിക്ക വാഴകിടാതെ എന്ന് കണ്ണദാസന്റെ ഒരു സിനിമാ പാട്ടുണ്ട്. ചിരിച്ചു ജീവിക്കണം, മറ്റുള്ളവരെ കൊണ്ട് പരിഹസിപ്പിച്ചിട്ടല്ല. സിരിത്തു വാഴ വേണ്ടുമാണ് സിരിക്ക വാഴകിടാതെ. സന്തോഷത്തോടുകൂടി കീർത്തിയോടുകൂടി ജീവിക്കണം. അതിനെന്താ വേണ്ടത്? ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. അതാണ് ശിവന്റെ കയ്യിലുള്ള തൃശൂലം. ശിവന്റെ കയ്യിലുള്ള തൃശൂലം ഉണ്ടല്ലോ, എന്താണെന്നൊന്ന് ചോദിക്കൂ. അമ്പലത്തിലൊക്കെ നിങ്ങൾ പഠിച്ച് പോയി തൊഴുന്ന സമയത്ത് ഒന്ന് മനസ്സിലാക്കൂ, എന്താണ് ആ തൃശൂലം? ഇച്ഛാശക്തി. ജീവിതത്തിൽ വിജയിക്കണം, ജീവിതത്തിൽ പരാജയപ്പെടരുത്, ജീവിതത്തിൽ വിജയിക്കണം. ഇച്ഛാശക്തി. അതിന് ജ്ഞാനം വേണം, അറിവ് വേണം, ജ്ഞാനശക്തി. നടപ്പിലാക്കാൻ കഴിയണം. പ്രസംഗമൊക്കെ അവസാനിപ്പിച്ചിട്ട് കാര്യങ്ങൾ പഠിച്ച് ജീവിതത്തെ ആനന്ദമയമാക്കുന്നതിന് ജ്ഞാനം വേണം, ക്രിയാശക്തി വേണം. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണിയാണല്ലോ ഭഗവതി. ഇതാണ് ലളിതാ സഹസ്രനാമത്തിൽ. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. വെറുതെ ഇങ്ങനെ ചെല്ലിയിട്ടൊന്നും കാര്യമില്ല. ബ്രാം 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 ചെല്ലിയിട്ട് എന്താ കാര്യം? കുറെ ആളുകൾ അമൃതാം കൃതാം കൃതാം ചെല്ലുക. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഓൾ ദിസ് നോൺസെൻസ്? കാര്യങ്ങൾ പഠിച്ചു ചെയ്യണം, അറിഞ്ഞു ചെയ്യണം, അറിഞ്ഞു ചെയ്യണമെല്ലാം. ഇച്ഛാശക്തി വേണം, ജ്ഞാനശക്തി വേണം, ക്രിയാശക്തി വേണം. അതാണ് ഭഗവതിയുടെയും ശിവന്റെയും കയ്യിലുള്ള ആ തൃശൂലം. അങ്ങനെ 3-ാം കണ്ണ് തുറക്കണം നമ്മൾ. അതാണ് നമ്മുടെ ദേവതകളെയൊക്കെ ചിത്രീകരിച്ചപ്പോൾ ഒരു രസകരമായിട്ടാ അതൊക്കെ ചിത്രീകരിച്ചത്. ഒരു കാലം നിലത്ത്, ഒരു കാലം മടിയിൽ. എന്താ? ഈ ലോകത്ത് ജീവിക്കണം. ജീവിക്കുമ്പോൾ ലോകത്ത് പകുതിയായിട്ട് ജീവിക്കണം, പകുതി ആധ്യാത്മികമായിട്ടും ജീവിക്കണം. വെറുതെ പണം ഉണ്ടാക്കാ ജീവിച്ചിട്ട് കാര്യമില്ല. പിന്നെയോ കേവലം ഒന്നുമില്ല, ബ്രഹ്മം 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 എന്ന് പറഞ്ഞിരുന്നിട്ടും കാര്യമൊന്നുമില്ല. ഞാനൊരു സമ്മേളനത്തിന് പണ്ട് പോയപ്പോൾ ഒരു സമ്മേളനത്തിൽ ഒരാൾ പറയാണ്, അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മ എന്ന് പറഞ്ഞു. അടുത്ത് നിൽക്കുന്ന സ്വാമി ഉണ്ടായിരുന്നു, സ്വാമി ജഗദീശ്വരാനന്ദ സരസ്വതി, വളരെ പ്രശസ്തനാണ്. അദ്ദേഹം ഒറ്റപ്പിടുത്താണ് ഈ ബ്രഹ്മവാദീനെ. ഒറ്റപ്പിടുത്തം പിടിച്ചു. നിങ്ങൾ ഇവിടെ നാട്ടുകാരൊക്കെ കാണുന്നതാണ്, ഇത് എന്താ അങ്ങനെ പിടിക്കുന്നത് ചോദിച്ചു. ഞാൻ ഈ ബ്രഹ്മത്തിന് അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലം, ഇപ്പോഴാ കയ്യോടെ കിട്ടിയത്, ഇനി വിടുന്ന പ്രശ്നമില്ല. ആലോചിക്കുക, എന്തിനു ജീവിക്കണം? യശസ്, കീർത്തി, ദ്രവിണം. ദ്രവിണം വേണം, പണം, ദ്രവിണം. പണമില്ലാതെ ജീവിക്കാൻ സാധിക്കുമോ? ബ്രഹ്മവർച്ചസ്. ബ്രഹ്മവർച്ചസ് ക്ഷത്രിയത്വമല്ല, ആ ബ്രഹ്മവർച്ചസ്, ബ്രഹ്മത്വത്തിന്റെ ശൈലി, ബ്രാഹ്മണ ശൈലി ഉണ്ടാവണം. ബ്രഹ്മവർച്ചസ് ഇതുണ്ടാക്കണം. ഈ ബ്രഹ്മവർച്ചസ് ഉണ്ടാക്കണം. അതാണ് സ്തുതാ മയാ വരദാ വേദമാതാ പ്രചോദയന്താം പാപമാനിം ദ്വിജാനാം ആയു പ്രാണം പ്രജാ പശും കീർത്തിം ദ്രവിണം ബ്രഹ്മവർച്ചസം മഹ്യം ദത്വാ. എനിക്ക് തരൂ. വ്രജത ബ്രഹ്മലോകം. അവസാനം മോക്ഷവും തരൂ. എല്ലാം വേണം നമുക്ക്. ഒരു പക്ഷിക്ക് 2 ചിറകുണ്ട്, നാലേ ആ പക്ഷി പറക്കൂ. അതേപോലെ ആധ്യാത്മികതയും വേണം, ഭൗതികതയും വേണം. അങ്ങനെ ആധ്യാത്മികതയും ഭൗതികതയും സമഞ്ജസമായി സമന്വയിപ്പിക്കുന്ന ഒരു രീതിയായിരിക്കണം നമ്മുടെ ജീവിതം. ഇതാണ് കാശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ പഠിപ്പിക്കുന്നത്. നിങ്ങൾ അവിടെ വന്ന് വിദ്യയും അവിദ്യയും രണ്ടും എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ആ വലിയ മോക്ഷപന്ഥാവിലേക്ക് നമുക്ക് നടന്നെടുക്കുന്നതിന് വേണ്ടി. അതുകൊണ്ട് എല്ലാ ആളുകളും ഈ പറയുന്ന പഞ്ചമഹായജ്ഞങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി, ഷോഡശക്രിയകളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി. ഇപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു കുപ്പി മദ്യം വാങ്ങിക്കൊടുത്താൽ അവന് ചെയ്യുന്നത്. ഇതുണ്ടാക്കുന്ന പ്രയാസങ്ങൾ എന്താണെന്ന് നിങ്ങൾ ഒരിക്കലും ആലോചിച്ചിട്ടില്ല. എന്താ കാരണം? ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 10 പ്രാണനുണ്ട്. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ, നാഗൻ, കൂർമൻ, കൃകലൻ, ദേവദത്തൻ, ധനഞ്ജയൻ. ഇതിൽ 10ാമത്തെ പ്രാണൻ ധനഞ്ജയൻ മരിച്ചാലും വിട്ടുപോകില്ല ബോഡിയെ. ഇതാണ് നിങ്ങളെ ഒരു പേഴ്സ് കാണുന്ന സമയത്ത്, പിന്നെ റോഡ് മേലെ ഒരു പേഴ്സ് വീണ് കിടക്കുകയാണെങ്കിലേ നാട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കി പേഴ്സ് എടുക്കും. ഇങ്ങനെ നോക്കാനും അത് എടുക്കാനൊക്കെ പ്രേരിപ്പിക്കുന്ന പ്രാണനാണ് ധനഞ്ജയൻ. ഇവൻ അവിടെ കിടക്കുന്നുണ്ട് നിങ്ങൾ ഈ കുപ്പിയൊക്കെ വാങ്ങി കൊടുക്കുമ്പോൾ. ഇതുകൊണ്ടാണ് ഒരൊറ്റ പിതൃക്കൾക്ക് ശാന്തി കിട്ടുന്നില്ല. കാരണം എന്താ? ഈ ധനഞ്ജയന് വേണ്ടോന്നല്ല ഉള്ളത്. ആളുകൾ ഓരോരോ കാര്യങ്ങൾ തമാശയായിട്ട് ചെയ്തിട്ട്, ഞങ്ങൾ വീടിൻ്റെ അടുത്തേ ഒരു മാഷുണ്ട്, നല്ല സുഹൃത്താൻ്റെ, എന്നോട് വലിയ ഇഷ്ടമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു പ്രശ്നം, ഒരു പ്രേതമുണ്ട്. ഏതോ ഒരു പ്രേത. എത്ര ഉണ്ട് പ്രശ്നമൊക്കെ വെച്ചാൽ 2 പ്രേതമുണ്ട്. അവൻ പറഞ്ഞു 2 പ്രേതമുണ്ടല്ലേ, ഇവിടെ പ്രശ്നമാവോ? പ്രശ്നമാവും. അങ്ങനെയാണ് ഇപ്പം ഞാനെന്താ ചെയ്യുക? അതാ വായിക്കണം.
അപ്പോൾ മൂപ്പര് ചോദിച്ചു അടുത്ത വീട്ടിൽ എത്ര ഉണ്ടെന്ന് ചോദിച്ചു. ആടെ 3 എണ്ണം ഉണ്ട്. അപ്പോൾ മൂപ്പര് ചോദിച്ചു ഞാനിപ്പോൾ ഏതത്തിന് വായിച്ചാലും ആടെല്ലാം 3 എണ്ണം ഇങ്ങോട്ട് വന്നാൽ ഞാൻ എന്താക്കും? അങ്ങനെ മൂപ്പര് എന്ത് പറഞ്ഞു? അപ്പോൾ നോക്കുമ്പോൾ പഞ്ചായത്തിൽ മൊത്തം 436 പ്രേതങ്ങളുണ്ട് എന്ന് കണ്ടെത്തി. ആ ഓരോന്നിനെയും ഓരോ കുടത്തിലേ ആവാഹിച്ച് നടന്ന കാര്യമാണ്. ഓരോ കുടത്തിലും എന്നിട്ട് വലിയൊരു ഇത് വിളിച്ചിട്ട് വലിയ എന്താ ഒരു മറ്റേ ഇതില്ലേ എന്താ എന്താണ് പറയുക, പാന് പോലത്തെ ഒരു സാധനമല്ലേ, എന്താ മിനി ലോറി വിളിച്ച് അതിൽ ഈ 400 കുടവും കൂടി കൊണ്ടുപോയി തിരുനെല്ലിക്ക്. മൂപ്പര് ചിരിച്ചുകൊണ്ട് ചെയ്തൊരു കാര്യമാണത്. കാരണം എന്താ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ വേണ്ട ക്രിയകൾ വേണ്ടതുപോലെ ചെയ്യില്ല. ധനഞ്ജയന് തൃപ്തിയില്ല. ധനഞ്ജയന് തൃപ്തി വേണം, എങ്കിലേ ആ നരമേധം പൂർണ്ണമാവുകയുള്ളൂ. ഇപ്പോ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ക്രിയകൾ ഇതൊക്കെ പഠിക്കുമ്പോഴാണ് പാവമാനിം ദ്വിജാനം ആയു പ്രാണം പ്രജാ പശും കീർത്തിം ദ്രവിണം ബ്രഹ്മവർച്ചസം മഹ്യം ദത്വാ വ്രജത ബ്രഹ്മലോകം, ഇത് മുഴുവനും കിട്ടൂ. ഈ സാമ്പത്തികമായും ഭൗതികമായും ആയുരാരോഗ്യപരമായും ഒരാൾ മുന്നേറുന്നതിൻ്റെ വഴികളാണ് വേദത്തിലുള്ളത്. ഈ വൈദിക വീക്ഷണം പഠിച്ച് നമ്മളെ ജീവിതത്തിൽ അത് നടപ്പിലാക്കിയാൽ മാത്രമേ നമുക്ക് പുരോഗതി ഉണ്ടാവുള്ളൂ. നിങ്ങളിൽ പലരും, എനിക്കറിയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ന് നേരിടുന്ന വെല്ലുവിളിയിൽ ഒന്ന് മദ്യപാനമാണ്. മദ്യപാനമുണ്ട്, നിങ്ങൾക്ക് തടയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ശരീരത്തിന് രോഗം വരുന്നത് തടയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. നിരവധി പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളെ ഒരു ദിവസം കൊണ്ട് പരിഹരിക്കാൻ ആർക്കുമാവില്ല. പക്ഷേ നമ്മൾ നിരന്തരമായ വേദപഠനം കൊണ്ട്, വൈദികമായ വീക്ഷണം കൊണ്ട്, ജീവിതത്തിലുള്ള സത്യസന്ധത കൊണ്ട് ഈ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അതുണ്ടാക്കാൻ വേണ്ടി ആയിരിക്കണം നിങ്ങൾ ഓരോരുത്തരും നടത്തുന്ന പ്രയത്നം. അതിനുവേണ്ടിയാണ് കാശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ ഇങ്ങനെ ഒരു പരിപാടി വർഷാവർഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും പഠിക്കാം. ജാതി ലിംഗ ഭേദമൊന്നും അവിടെ ഇല്ല. നിങ്ങൾ ഏത് ജാതിക്കാരനാണെന്നുള്ള ചോദ്യമേ ഞങ്ങൾ ഭാഗത്തില്ല. നിങ്ങൾ എന്ത് ലിംഗമാണെന്നുള്ള ചോദ്യം പ്രസക്തമല്ല. പിന്നെയോ നിങ്ങൾ എങ്ങനെയാ വരുന്നത്, ചോദ്യം പ്രസക്തമല്ല. പിന്നെയോ വിദ്യാഭ്യാസ യോഗ്യത, നമ്മളെ വിശ്വാമിത്രൻ, മേധാതിഥി, കണ്വൻ തുടങ്ങിയ ആളുകളുടെ വിദ്യാഭ്യാസം MA PhD ആയിരുന്നില്ലല്ലോ. അല്ല, ചോദ്യമല്ല. നിങ്ങളെ വിദ്യാഭ്യാസ യോഗ്യത എന്തോ ആട്ടെ. ഇനി പ്രായമോ, പ്രായം ഒരു വിഷയമേ അല്ല. എന്താ പ്രായം വിഷയമല്ലാത്തത്? 7 മുതൽ 80 വയസ്സ് വരെയുള്ളവരിൻ്റെ ക്ലാസ്സിലുണ്ട്. എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ട്. എല്ലാവരും നന്നായി സന്ധ്യാവന്ദനവും അഗ്നിഹോത്രമൊക്കെ ദിവസം ചെയ്യും. ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. ഈ മാറ്റമാണ് വേണ്ടത്. അതിന് ജാതി വിഷയമല്ല, ലിംഗഭേദം പ്രശ്നമല്ല, പിന്നെ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നമല്ല, നിങ്ങളുടെ പഠനങ്ങൾ പ്രശ്നമല്ല. ഒന്ന് പ്രശ്നം കൃത്യനിഷ്ഠ, സമയനിഷ്ഠ. എന്നെ സംബന്ധിച്ചിടത്തോളം 8 മണി എന്ന് പറഞ്ഞാൽ അത് 7:55 അല്ല, 8:05 അല്ല. നമ്മളെ ക്ലാസ് 8 മണിക്ക് തുടങ്ങും, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ആളുകൾ പറയും എന്താണെന്നറിയോ, ഞങ്ങൾ വടകരയിൽ നിന്ന് വരിക, ഇവിടെ കൊല്ലത്ത് നിന്ന് വന്ന് പഠിക്കുന്നവരുണ്ട്, തൃശ്ശൂരിൽ നിന്ന് വന്ന് പഠിക്കുന്നവരുണ്ട്. ആർക്കും പഠിക്കുന്ന ഒരു പ്രശ്നവുമില്ല. പിന്നെ ചിലർ പറയും ഞങ്ങൾ സ്ത്രീകൾ ഈ ഇപ്പോൾ വേദമൊക്കെ പഠിക്കുന്നത് തെറ്റാണെന്ന് ആരൊക്കെയോ പറയുന്നുണ്ട്. ലളിതാ സഹസ്രനാമം ചെല്ലുന്നത് വരെ തെറ്റാണെന്ന് ആളുകൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലളിത ആരാ? ഈ ലളിത ആരാ? ഒരു പെണ്ണല്ലേ? ആ അമ്മയ്ക്കില്ലാത്ത പ്രത്യേകത നിങ്ങൾക്ക് എങ്ങനെയാ വരുന്നേ? ഗായത്രി മന്ത്രം എല്ലാവരും ചൊല്ലണം. സ്ത്രീ പുരുഷൻ അങ്ങനെയൊന്നുമില്ല, എല്ലാവരും പഠിക്കണം. പിന്നെ പറയുന്ന പുറത്തായാൽ പഠിക്കാൻ പാടുണ്ടോ? ഋതുപായ പെണ്ണിനും എരപ്പനും പഠിക്കണം എന്നാണ് എഴുത്തച്ഛൻ പറയുന്നത്. എനിക്ക് എഴുത്തച്ഛൻ്റെ കാര്യം പോലെയുള്ളൊരു അയാളെ പേര് അറിയുള്ളൂ. ഇതിനേക്കാൾ വലിയ പണ്ഡിതന്മാരുണ്ടാവാം, പക്ഷെ എഴുത്തച്ഛന് ഇങ്ങനൊരു അഭിപ്രായമുണ്ട്. ഈ അഭിപ്രായത്തോടാണ് എനിക്ക് യോജിപ്പ്. പിന്നെ ചിലർ പറയുക എന്താ അറിയോ, ഞങ്ങൾക്ക് പൂജാമുറി ഇല്ല. അപ്പോ പൂന്താനം പറയുന്നത് എന്താ വെച്ചാൽ, എവിടെയെങ്കിലും ഇരുന്നോളൂ, നിങ്ങളൊന്ന് നാമം ഏതു ദിക്കിയിലിരിക്കലും തന്നെ നാവു കൊണ്ടത് ചൊല്ലി എന്നാകിലും എന്ന അഭിപ്രായമേ ഉള്ളൂ. പൂജാമുറി ഉണ്ടാക്കിയിട്ട് ആരും ഇതൊന്നും പഠിക്കില്ല. അതുകൊണ്ട് ആ തരത്തിലുള്ള ഒഴിവുകഴിവുകളൊന്നും നോക്കാതെ വന്ന് പഠിക്കുക. ഈ വർഷം ഇത് പഠിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി കുറച്ചൊന്ന് നീണ്ടുപോയതിൽ നിങ്ങളോട് ക്ഷമിക്കണം എന്ന എൻ്റെ ക്ഷമായാചനത്തോടൊപ്പം എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും മുമ്പിൽ എൻ്റെ ദണ്ഡ നമസ്കാരം അർപ്പിക്കുന്നു. നമസ്തേ. ആർഷഭാരത സംസ്കാരത്തിൻ്റെ ആധാരശിലയായ വേദങ്ങൾ ഈ അടുത്ത കാലം വരെ ഭൂരിഭാഗം വരുന്ന പൊതുസമൂഹത്തിന് അപ്രാപ്യമായിരുന്നു. സമൂഹം കാത്തിരുന്ന ആ വലിയ മാറ്റത്തിന് നാന്ദി കുറിക്കപ്പെട്ടത് 10 വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട്ടെ ബാലുശ്ശേരിയിൽ നിന്നായിരുന്നു.
ഒരു യുവ പണ്ഡിതൻ ജാതി നോക്കാതെ സാധാരണക്കാരെ വേദം പഠിപ്പിക്കാൻ തുടങ്ങി. മഹാഭാരത യുദ്ധത്തിനു മുമ്പ് മഹർഷി ജൈമിനിയുടെ പ്രവാഹം നിലച്ച ഋഷി പരമ്പരയ്ക്ക് ഒരു പുതുജീവനേകിയ മഹർഷി ദയാനന്ദ സരസ്വതിക്ക് ശേഷം ഭാരതത്തിൽ വീണ്ടും വേദമന്ത്രങ്ങളുടെ അലയൊലി സാധാരണക്കാരിലേക്ക് ആഴ്ന്നിറങ്ങാൻ തുടങ്ങി. കാശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ അഥവാ KVRF ഈ മാറ്റത്തിന്റെ ആദ്യ പടിയായിരുന്നു. ആരംഭിച്ച് 8 വർഷമായപ്പോൾ തന്നെ കോഴിക്കോടിന്റെ ഹൃദയത്തിൽ സ്വന്തമായി ഒരാശ്രമം കെട്ടിപ്പടുക്കുവാൻ KVRFന് കഴിഞ്ഞു. പഠിതാക്കളുടെയും പ്രവർത്തകരുടെയും അനുഭാവികളുടെയും സഹകരണത്തിലൂടെയാണ് ഇന്നത്തെ കാശ്യപാശ്രമവും വേദവിദ്യാ ഗുരുകുലവും സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞത്. അതിപ്രാചീനമായ കാലം മുതൽക്കു തന്നെ എപ്പോഴൊക്കെ സനാതനധർമ്മം അധപ്പതിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ രാഷ്ട്രത്തിന്റെ ഏതെങ്കിലും കോണിൽ ഈശ്വരേച്ഛ കൊണ്ട് ധർമ്മത്തിന്റെയും വേദങ്ങളിലെ അറിവിന്റെ പ്രചാരണത്തിനുമായി ഒരു ഋഷി ജനിക്കുകയും പൂർവാധികം ശക്തിയോടുകൂടി സനാതനധർമ്മത്തെ കൈപിടിച്ചുയർത്തുകയും ചെയ്തിട്ടുണ്ട്. അതൊരു പ്രസ്ഥാനമായി മാറി അവിടേക്ക് ലക്ഷക്കണക്കിന് ആളുകൾ ഒഴുകിവന്ന് ഒരു നദി സമുദ്രത്തിൽ ചേരുന്നത് പോലെ ഒത്തുചേർന്ന് മഹത്തായ ഈ സംസ്കാരത്തെ പോഷിപ്പിക്കാറുമുണ്ട്. സനാതനധർമ്മത്തിന്റെ ആ ശക്തിയെയാണ് വൈദികമായ അറിവുകളുടെ ഒരു നീരൊഴുക്കിലൂടെ ആചാര്യ MR രാജേഷ് സൃഷ്ടിച്ചത്. വേദങ്ങളെ കൈവിട്ട ജനത അവയൊരുക്കിയിരുന്ന ഉയർന്ന ചിന്താമണ്ഡലങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും പടുകുഴിയിലേക്ക് അധപ്പതിച്ചു എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം സാധാരണക്കാരെ വേദം പഠിപ്പിക്കുക എന്നത് തന്റെ ജീവിത നിയോഗമാണെന്ന് മനസ്സിലുറപ്പിച്ചു. നമുക്ക് സ്വന്തമായൊരു വ്യക്തിത്വവും അസ്തിത്വവും ഉണ്ടെന്നും അതിന് വേദങ്ങളിലെ വിശാലമായ അറിവാണ് ആധാരമെന്നും ആചാര്യൻ പഠിപ്പിച്ചു. മഹർഷി ദയാനന്ദ സരസ്വതിയുടെ പാത പിന്തുടർന്ന അദ്ദേഹം ആചരിക്കുന്നവനാണ് ശ്രേഷ്ഠൻ എന്ന ഋഷിവാക്യത്തിന്റെ പൊരുൾ മനസ്സിലാക്കിക്കൊണ്ട് തങ്ങളുടെ ധർമ്മത്തെക്കുറിച്ച് അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്ക് മുൻപിൽ പോലും നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്ന സമൂഹത്തിലേക്ക് വൈദികമായ ആചരണങ്ങൾ തിരിച്ചുകൊണ്ടുവന്നു. ഇതിന്റെ ഭാഗമായി അദ്ദേഹം 2007 കാശ്യപ വേദ